എല്ലാവരും ഓണത്തിന് നല്ല തിരക്കിലായിരിക്കും അല്ലേ? ഞാനും കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തിരക്കിലാണ്. ഒരു പനി വന്ന് മാറിയതേ ഉള്ളൂ. അതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. പിന്നെ പിറകെ തന്നെ ഓണം വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് മിയുടെയും പാറുൻ്റെയൊക്കെ സ്കൂളിൽ ഓണ സെലിബ്രേഷനാണ്. രാവിലെ തൊട്ട് ഉച്ച വരെ പിള്ളേർക്കും ഉച്ച കഴിഞ്ഞ് വൈകിട്ട് വരെ പേരൻസിനുമാണ്. അപ്പോൾ രാവിലെ ഇവരെ ഒരുക്കി വിടുന്നതിൻ്റെ ഒരു തിരക്കിലാണ് ഞാൻ. ലാസ്റ്റ് മിനിറ്റാണ് എനിക്ക് ഇവരുടെ ഡ്രസ്സിൻ്റെ ലൈനിങ് ഒക്കെ എടുക്കാൻ പറ്റിയത്. അതുകൊണ്ട് ഇന്നലെയാണ് 2 പേരുടെയും ഈ ഒരു സ്കേർട്ടും ബ്ലൗസും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് തീർന്നത്. 2 പേർക്കും ഞാൻ തന്നെയാണ് ചെയ്തത് കേട്ടോ. ഓരോരുത്തർക്ക് ഓരോ സ്റ്റൈലാണ് ഇഷ്ടം. മിയ പറഞ്ഞു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും പൂ വെക്കണമെന്ന് പറഞ്ഞപ്പോൾ അവളുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ റെഡ് റോസ് വെച്ചു. പാറുന് മുല്ലപ്പൂ മതിയെന്നാണ് പറഞ്ഞത്. മെഹന്തി ഇട്ട് സ്കൂളിൽ പോകണമെന്നായിരുന്നു സെക്കൻഡ് ഡിമാൻഡ്. പക്ഷേ ഇന്നലെ മെഹന്തി വാങ്ങിച്ചു, അത് ഇടൽ നടന്നില്ല. അതുകൊണ്ട് ഞാൻ അലത്തയിട്ടാണ് കൊടുത്തു വിട്ടത്. രണ്ടുപേരും ഹാപ്പിയാണ്. ഇനിയിപ്പം പിള്ളേരെ വിട്ട പുറകെ എനിക്ക് സ്കൂളിൽ പോകണം. കാരണം ഉച്ച കഴിഞ്ഞാണ് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് പൂക്കള മത്സരമുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് രാവിലെ തന്നെ ഇത് പ്രിപ്പയർ ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ കാർത്തിക രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു അവരാണ് പൂവിൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റത്. അവൾക്ക് ഉച്ച കഴിഞ്ഞ് ലീവുള്ളൂ. അപ്പോൾ രാവിലെ പൂ വന്നിട്ടില്ല കടയിൽ. ഒന്ന് അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുമെന്ന് ചോദിച്ചു. ഞാനാണെങ്കിൽ പൂക്കടയുടെ അടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാനെന്നാൽ വാങ്ങിച്ചിട്ട് പോകാം. പിന്നെ ഈ സാരി അൻവിയുടെ അരങ്ങേറ്റത്തിന് ഉടുക്കാൻ വെച്ചിരുന്നത്. അൻവി എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാട്ടോ. അപ്പോൾ അന്ന് പനി ആയതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചു ഇന്ന് പൂക്കളം ഇറക്കുന്നതിനെങ്കിലും ഈ സാരി ഒന്ന് ഉടുത്തു പോകാനായിട്ട് ആഗ്രഹം. അങ്ങനെ രാവിലെ തൊട്ട് ഉച്ച വരെ ഇത് ഉടുക്കാം, ഉച്ച കഴിഞ്ഞ് കേരള സാരി ഉടുക്കാം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇതിന് പെയർ ചെയ്തിരിക്കുന്ന ബ്ലൗസ് ഒരു ടീഷർട്ടാണ്. ഞാൻ ബ്ലൗസ് പീസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ മുറിച്ചെടുക്കാനും ഉണ്ട്. പക്ഷേ വിചാരിച്ചു ഈ സെയിം പാറ്റേണിലെ ബ്ലൗസ് വേണ്ടെന്ന് കരുതി ഞാനൊരു മെറൂൺ ഇതിന് മാച്ച് ചെയ്യുന്ന രീതിയിലെ കളറിലെ ബ്ലൗസൊക്കെ എടുത്തത്. പക്ഷേ ബ്ലൗസ് പീസാണ് എടുത്തത്. അത് സ്റ്റിച്ച് ചെയ്യാനൊന്നും പനി കാരണം പറ്റിയില്ല. ഞാൻ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാറില്ല, പുറത്തുനിന്ന് വാങ്ങുക ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ടീഷർട്ടിൻ്റെ കൂടെ ഇട്ടപ്പം കുറച്ചുകൂടെ സ്റ്റൈലായിട്ട് എനിക്ക് തോന്നി. എന്നാൽ ഇന്ന് ഇത് തന്നെ ഇടാം. പിന്നെ ഈ സാരി ഉടുക്കാനുള്ള ഒരു അതിയായ ആഗ്രഹം കാരണം ഇത് തന്നെ എടുത്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് തിരക്കുന്നുണ്ട് കടയിൽ പൂവെത്തിയോ എന്ന്. ഈ എറണാകുളം മൊത്തം ഭയങ്കര ബ്ലോക്കാണ് ഓണം വന്നതിന്. പിന്നെ അത് രാവിലെ ഉച്ചയെന്നൊന്നുമില്ല, ഫുൾ ടൈം ബ്ലോക്ക്. അപ്പോൾ അതുകൊണ്ടായിരിക്കും കടയിൽ പൂവെത്താനും താമസിക്കുന്നത്. പിന്നെ പാറുനും മീക്കും ഒക്കെ സ്കൂളിൽ എന്തൊക്കെയോ പ്രോഗ്രാം ഉണ്ട്. അപ്പം ഞങ്ങൾ സ്കൂളിനടുത്ത് തന്നെ ഒരു ഫ്ലാറ്റിലിരുന്നാണ് പൂവൊക്കെ ശരിയാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇവരുടെ പ്രോഗ്രാമൊക്കെ പോയി കാണാമെന്നുള്ള രീതിയിലാണ് ഒരുങ്ങി വരുന്നത്. പിന്നെ ഇന്നലെ മീയുടെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു ക്ലിപ്പ്. എനിക്ക് ഈ സാരിയുടെ കൂടെ നന്നായിട്ട് മാച്ച് ചെയ്യുന്ന പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ അതൊക്കെയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഈ കാണുന്ന വള മിയയുടെ വളയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ മൾട്ടി കളർ എനിക്ക് ചേരുമെന്ന് തോന്നി. പക്ഷേ എനിക്ക് അളവായിട്ടുണ്ട്, കുറച്ച് ടൈറ്റാണ്. എന്നാൽ എൻ്റെ ഇടത് കൈ നന്നായിട്ട് ഒതുങ്ങും. അപ്പോൾ ഇത്തിരി ചെറിയ വളയൊക്കെ ആണെങ്കിലും കയറ്റാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സാരിയുടെ ഈ വളയും എനിക്ക് സെറ്റായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിനെന്തോ 500 സംതിങ് രൂപയേ ആയിട്ടുള്ളൂ. മൾക്കോട്ടൻ്റെ ഒരു സാരിയാണ്. പക്ഷേ എല്ലാവർക്കും ഇത് ഉടുത്ത് ചെന്നപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിൻ്റെ കൂടെ ഈ ഒരു ചെരുപ്പാണ് പെയർ ചെയ്യുന്നത്. ഇതും ഒരു മൾട്ടി കളർ സാൻഡലാണല്ലോ. ഇതും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുത്തേക്കാം കേട്ടോ. അങ്ങനെ പുറത്തിറങ്ങി നോക്കിയപ്പം പെരുമഴ. എന്നെയാണെങ്കിൽ എല്ലാവരും വിളിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുക പൂ കിട്ടിയോ. പക്ഷേ ഈ മഴയത്ത് എങ്ങനെ പോകും? ഊബർ നോക്കിയിട്ട് കിട്ടുന്നില്ല. മഴയായതുകൊണ്ട് സ്കൂട്ടറിലും പോകാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ നിന്നപ്പോൾ മെസ്സേജ് വന്നു പൂവെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പൂക്കടയിലെത്തി. അപ്പോഴാണ് അവർ പറയുന്നത് കുറച്ച് പൂക്കളും കൂടെ വരാനുണ്ട്, ഒരു 10 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ എനിക്ക് ടെൻഷനായി. ഈശ്വര, ഈ ഉച്ചയ്ക്ക് മുമ്പ് ഈ പൂവെല്ലാം റെഡിയാക്കാൻ പറ്റുമോ? അങ്ങനെ കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം നമ്മുടെ പൂ വന്ന്. അന്നേരം തന്നെ ഞാൻ ഊബർ ബുക്ക് ചെയ്ത്. കാരണം ഭയങ്കര താമസമായി ഇപ്പോൾ ഊബർ കിട്ടാനായിട്ട്. ഓണത്തിൻ്റെ തിരക്കായത് കൊണ്ടായിരിക്കും. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് വേഗം തന്നെ ഓട്ടോയിൽ കയറി. നമ്മുടെ തമനം ജംഗ്ഷനിൽ തന്നെ ഉള്ളൊരു പൂക്കട കേട്ടോ. ഇവിടെ ഹോൾസെയിൽ റേറ്റിലാണ് നമുക്ക് പൂക്കൾ കിട്ടുന്നത്. ഈ പൂജ സാധനങ്ങളായിട്ടും, അതായത് പൂജയ്ക്ക് വേണ്ട പൂക്കളൊക്കെയാണ് കൂടുതലായിട്ട് അവിടെ വിൽക്കുന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞാൽ ഏത് ടൈപ്പ് പൂ വേണമെങ്കിലും അവർ കൊണ്ടുതരും. പിന്നെ വില കുറവാണ്. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് പൂക്കൾ അരിയാനും പിടിക്കാനും ഒക്കെ തുടങ്ങി. പണ്ടത്തെ കണക്കല്ല, നമുക്ക് ചെറിയ കളവാണ് ഇവർ കോമ്പറ്റീഷന് തന്നേക്കുന്ന ഒരു മെഷർമെൻറ്റ്. അതുകൊണ്ട് തന്നെ പൂ തീരെ ചെറുതായിട്ട് അരിഞ്ഞ് വേണം ഇതിനകത്ത് ഇടാനായിട്ട്. അങ്ങനെ രഞ്ജു, ഭാഗ്യശ്രീ, അനുശ്രീ, മിലൻ, സൗമ്യ, സുജു എല്ലാവരും കൂടി ഇരുന്ന് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറേ ടൈം എടുക്കുന്ന കാര്യമാണ് കേട്ടോ. കാരണം പൂക്കൾ കുറേ ഉണ്ടായിരുന്നു. നമ്മളിപ്രാവശ്യം നെറ്റിലൊക്കെ നോക്കിയിട്ട് ചെയ്തതുകൊണ്ട് കുറച്ച് പൂ അധികമായിട്ട് വാങ്ങേണ്ടി വന്നു. അത് അധികം വരികയും ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങൾ അരിയുമ്പോൾ ഈ വീഡിയോ എനിക്ക് എടുത്തു തന്നത് പ്രീതിയാണ്. പ്രീതിയും പൂക്കളൊക്കെ ഇറുത്തിട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ടും മോനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ സ്കൂളിൽ പോയി. ഇന്ന് പാറുണ്യം മീയൊക്കെ ഹസ്ബൻഡ് പിക്ക് ചെയ്തോളാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ സമാധാനമായിട്ട് എനിക്ക് ഇവിടെ ഇരുന്ന് ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് പോയാൽ മതി വീട്ടിലേക്ക്. എനിക്കാണെങ്കിൽ ഈ ഓണാഘോഷം അല്ലെങ്കിൽ എന്ത് സെലിബ്രേഷൻ ആയാലും അതിനകത്ത് പങ്കുചേരുന്ന ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ പരിപാടി ഒന്നും വിടാറില്ല. അപ്പോൾ പിന്നെ പുറത്തു പോയി വർക്കിംഗ് വുമൺ അല്ലാത്തത് കൊണ്ട്
വേറെ സെലിബ്രേഷൻസ് ഒന്നും ഇല്ലെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ സെലിബ്രേഷൻ തട്ടിക്കൂട്ടും. ഈ നമുക്ക് വേണ്ട സന്തോഷങ്ങൾ നമ്മൾ തന്നെയല്ലേ കണ്ടെത്തേണ്ടത്. അങ്ങനെ പൂ വെറുത്ത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഡ്രസ്സെല്ലാം മാറ്റി സ്മേരയുടെ ഫ്ലാറ്റിൽ പോയാൽ മാറ്റി കേട്ടോ. അപ്പോൾ എന്നിട്ട് നേരെ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ ആഗ്രഹം പോലെ തന്നെ രാവിലെ ഒരു സാരി, ഉച്ചയ്ക്ക് ഇതേ കസവ് സാരിയൊക്കെ എടുത്ത് സ്കൂളിലെത്തി. അപ്പോഴാണ് കാർത്തി എന്നോട് ചോദിച്ചത് കുറച്ച് പൂവുണ്ട് വേണമെന്ന്. ഞാൻ പറഞ്ഞു എന്താ, പിന്നെ ഈ ഒരു സാരിയൊക്കെ ഉടുക്കുമ്പോഴല്ലേ നമ്മൾ പൂവൊക്കെ വെക്കുന്നത്. ഞാനാണെങ്കിൽ വാടാമല്ലി പൂവാണ് എൻ്റെ ബ്ലൗസിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ വെച്ചോണ്ട് വന്നത്. പിന്നെ പെട്ടെന്ന് ഒരുങ്ങാൻ അധികം സമയമില്ലാത്തതുകൊണ്ട് അത് അത്ര വിസിബിളായിട്ട് നിങ്ങൾക്ക് ആർക്കും കാണാൻ പറ്റുന്നില്ലായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പിച്ചിപ്പൂവും കൂടെ വെച്ചിട്ടുണ്ട്. അമൃത ഫസ്റ്റ് സ്റ്റാൻഡേർഡിൻ്റെ കോമ്പറ്റീഷനിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അമൃതയൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ട് കിടന്ന് വരയ്ക്കുന്നത്. എനിക്ക് പിന്നെ ഈ ഡ്രോയിങ് പരിപാടിയൊന്നും അറിയത്തില്ല. ഇവിടെ ഞങ്ങളുടെ കളം മെയിനായിട്ട് വരച്ചത് ദേവികയും അനുശ്രീയും കൂടാണ്. നന്നായിട്ട് വരച്ചു അവർ. പിന്നെ പൂവിടാൻ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടന്നു. ഞങ്ങൾക്ക് 1.5 മണിക്കൂറാണ് ഈ ഒരു പൂക്കളത്തിനുള്ള ടൈം കിട്ടിയത്. സത്യം പറഞ്ഞാൽ മിയ സ്കൂളിൽ പോയ പിന്നെ ഓണ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവളുടെ സ്കൂളിലെ ഓണ സെലിബ്രേഷൻ്റെ അന്നാണല്ലോ ഈ കേരള ഡ്രസ്സൊക്കെ ഇട്ട് പൂവൊക്കെ വെച്ച് പിള്ളേരെ സ്കൂളിലേക്ക് വിടുന്നത്. പിന്നെ സെക്കൻഡ് സ്റ്റാൻഡേർഡിന് വേണ്ടിയിട്ട് ആണ് ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. എന്നാലും കൂടിപ്പോയാൽ മാക്സിമം 15 പേരൻസ് ആണ് കേട്ടോ. ബാക്കി ആരും വന്നിട്ടില്ല. പലർക്കും പല സാഹചര്യങ്ങളാണ്. എന്നാൽ ഇന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഭാഗ്യശ്രീ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ തിരക്കുള്ള ഒരു ഡോക്ടറാണ്. പക്ഷേ ആള് ഇന്ന് ലീവ് എടുത്തിട്ടാണ് ഈ പരിപാടിക്ക് വന്നത്. അതെന്ത് ഫംഗ്ഷൻ ആണെങ്കിലും ഭാഗ്യശ്രീ ലീവ് എടുത്ത് വരും കേട്ടോ, പുള്ളിക്കാരിക്ക് പറ്റുന്ന സാഹചര്യമാണെങ്കിൽ. അങ്ങനെ പൂക്കള മത്സരം കഴിഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ ഈ കസവ് സാരിയെ പറ്റി പറഞ്ഞില്ലല്ലോ. ഈ സാരി ഞാനൊരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് മുറിച്ച് വാങ്ങിച്ച തുണിയാണ്. ഇന്നലെ പരാഗി പോയി അതിൻ്റെ അറ്റത്ത് വെക്കാനായിട്ടുള്ള ദോരി വാങ്ങിച്ച്, അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു അതിന് പറയുന്നത് കേട്ടോ. അത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ നാളിന് ശേഷം ഇന്നാണ് വാങ്ങിച്ചെങ്കിലും പുതുതായിട്ട് കൊടുക്കുന്നത്. ഈ സൈഡിലില്ല. വയ്ക്കാനൊന്നും ആർക്കും എനർജി ഇല്ല. രാവിലെ വന്നത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല, അതിനുള്ള ടൈം കിട്ടിയില്ല. ഇനി ഒരു പരിപാടി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ട്. പിന്നെ നമുക്ക് സ്കൂളിൽ നിന്ന് പാലട ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ചോദിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ നാട്ടിൽ ഏത് പായസമാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്? നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വന്നാൽ സേമിയ, അടപ്രഥമനാണ് മെയിൻ, പിന്നെ പാൽപ്പായസം ഉണ്ടാക്കും. പക്ഷേ എറണാകുളം സൈഡിലേക്ക് വരുവാണെങ്കിൽ പാലടയാണ് മെയിൻ. എന്ത് കാര്യത്തിനും പായസം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാലടയാണ്. പാലടയ്ക്ക് നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ കോമ്പറ്റീഷൻ്റെ റിസൾട്ടൊക്കെ വന്നു. അമൃതയുടെ ഗ്രൂപ്പിനാണ് സെക്കൻഡ് കിട്ടിയത്. ആദ്യം ഞങ്ങളുടെ നമ്പറാണ് സെക്കൻഡ് എന്ന് അനൗൺസ് ചെയ്തെങ്കിലും നമുക്കൊന്നും കിട്ടിയില്ല. സാരമില്ല, നെക്സ്റ്റ് ടൈം നോക്കാം. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോവുക. ഇത്തവണത്തെ ഓണാഘോഷങ്ങൾ ഇവിടെ തീരുന്നില്ല, ഇനിയും ഉണ്ട്. അപ്പം പുതിയതൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.